നമസ്കാരം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. മഞ്ഞക്കാടിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായും കടയിലെ സ്റ്റോക്ക് അനുസരിച്ച് ഗോതമ്പിന് പകരം ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കും. ഇതിനു പുറമെ വെള്ള, നീല, തവിട്ട് കാർഡുകൾക്ക് അധിക വിഹിതമായി പരമാവധി 10 കിലോ അരി 26 രൂപ നിരക്കിൽ ഈ മാസം 10 മുതൽ ലഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ ഇടപെടുമെന്നും ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പുതുക്കാട് നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് യുവതി മരിച്ചു. കാഞ്ഞൂർ പൊരന്തരപ്പള്ളി സ്വദേശി റോയ്സന്റെ ഭാര്യ സിന്ധുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. മറ്റത്തൂർ വാസുപുരത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് വീണു. വാസുപുരം കല്ലൻ തോട്ടിലേക്കാണ് കാർ വീണത്. യാത്രക്കാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാരായണമംഗലം കോഴിക്കുളങ്ങര പൂജ നടന്നു. വള്ളയാത്രയും പ്രത്യേക പൂജകളും അന്നദാനവും ചടങ്ങുകളുടെ ഭാഗമായി. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ പുതുക്കാട് നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് യുവതി മരിച്ചു. കാഞ്ഞൂർ പൊരന്തരപ്പള്ളി സ്വദേശി റോയ്സന്റെ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്നതിനിടെയാണ് സിന്ധു അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ സിന്ധുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റത്തൂർ വാസുപുരത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് വീണു. വാസുപുരം കല്ലൻ തോട്ടിലേക്കാണ് കാർ വീണത്. ഇന്നലെ രാത്രി 7:45 അപകടം. കയ്പമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. യാത്രക്കാരായ 5 പേരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാരായണമംഗലം കോഴിക്കുളങ്ങര പൂജ ഭക്തിസാന്ദ്രമായി നടന്നു. വള്ളയാത്രയും പ്രത്യേക പൂജകളും അന്നദാനവും ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നാരായണമംഗലം കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് നൂറ്റാണ്ടുകളായി തുടരുന്ന കോഴിക്കുളങ്ങര പൂജ ഭക്തി നിർഭരമായി. ഒരു ദിവസത്തെ പൂജയ്ക്ക് ആവശ്യമായ സാമഗ്രികളുമായി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രീകുരുമ്പ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് നാദസ്വരത്തിന്റെയും ശംഖനാദത്തിന്റെയും അകമ്പടിയോടെ കാവിൽക്കടവിലെത്തി. തുടർന്ന് പരമ്പരാഗത രീതിയിൽ 2 വള്ളങ്ങളിലായി കോഴിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ കടവിലെത്തി. കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിയ സംഘത്തെ താലപ്പൊലിയുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ഭഗവതിക്ക് അഭിഷേകം, മലർനിവേദ്യം, ശർക്കര പന്തീരുനാഴി, വെള്ളപ്പന്തീരുനാഴി, തണ്ണീരാമൃതം തുടങ്ങിയ വിശേഷ പൂജകൾ നടന്നു. പാച്ചാമ്പിള്ളി രമേശൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂജയ്ക്ക് ശേഷം കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് നിവേദിച്ച ചതുശതം ഉൾപ്പെടെയുള്ള അന്നദാനം നടന്നു. 3000-ഓളം ഭക്തർ അന്നദാനത്തിൽ പങ്കെടുത്തു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KK സുരേഷ് ബാബു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള ഗ്രാമപഞ്ചായത്ത് സംയുക്ത കമ്മിറ്റി യുവജനക്ഷേമ കായിക മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷിന് സ്വീകരണം നൽകി. മാള വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പുതിയതായി തിരഞ്ഞെടുത്ത കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സാരഥികളായ KV അബ്ദുൽ ഹമീദ്, NR വിനോദ് കുമാർ, ജോയ് മൂത്തേടൻ, KE നജാഹ് എന്നിവരെ മന്ത്രി അനുമോദിച്ചു. വ്യാപാരി കുടുംബങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായമായ 20 ലക്ഷം രൂപ മന്ത്രി വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK ജിനേഷ്, പ്രതാപൻ ഇല്ലത്ത്, ജോയ് മൂത്തേടൻ, KVVS വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ KG, MG ടോമി, സേവ്യർ കാരക്കാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മന്ത്രിക്ക് വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകി. പിന്നെയുള്ളത് വെള്ളാങ്കലാണ്. വെള്ളാങ്കൽ കുറേ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. പിന്നെ മെച്ചപ്പെട്ട ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് മാളയാണ്. മറ്റൊന്ന് അന്നമലയാണ്. കുഴൂരും കൊയ്യയും പുത്തഞ്ചിറയും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ വളരെ തുച്ഛമായ കടകളും വളരെ ചെറിയ വ്യാപാര ഏർപ്പാടുകൾ മാത്രമൊക്കെയാണ് അവിടെ നടത്തുന്നുണ്ടാവുള്ളൂ. നാളെയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ പൊതുവിൽ നമ്മുടെ പ്രദേശത്തൊക്കെ
കുറെ കൂടിയൊക്കെ വികസനം വരേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എല്ലാവർക്കും. അങ്ങനെ പോരാ, കുറച്ചുകൂടിയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് മെച്ചപ്പെട്ട റോഡുകളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും വരണം, ആളുകൾക്ക് വളരെ ഫ്രീ ആയി യാത്ര ചെയ്യാൻ വേണ്ടി കഴിയണം, കുറച്ചുകൂടിയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. വാഹനത്തിലൂടെ പോകുമ്പോൾ കടയിലിരിക്കുന്ന സാധനങ്ങൾക്കാണ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടി അവിടെ നിർത്തും എന്ന് ഒരു തോന്നൽ വന്ന പിന്നെ വണ്ടി നിർത്താതെ പോകുന്ന കുറേ സ്ഥലങ്ങളിലൂടെയുണ്ട്. പുത്തഞ്ചിറ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാം വാർഡിലെ SSLC +2 പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. വാർഡിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് നന്നായി പഠിച്ച് ഒരു ഉദ്യോഗസ്ഥനൊക്കെ നന്നായി എല്ലാ മേഖലയിലും വിജയം കൈവരിച്ച ഒരാളാണ്. അത് പറഞ്ഞൊരു കാര്യം, ഞാൻ കുറേ അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്, കുറേ ട്രോഫികളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഞാനൊരു ആഗ്രഹിച്ച ഒരു ട്രോഫി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അതെൻ്റെ മകനിലൂടെയാണ് ഇന്ന് എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് CH മുഹമ്മദ് കോയയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി, എല്ലാവർക്കും അറിയില്ല ആരാണ് എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രി ആരെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അറിയില്ല. അപ്പോൾ ആള് ശരിക്കും ആ മനുഷ്യത്വത്തെ, ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആ ഒരു മനുഷ്യന്റെ, ആ വ്യക്തിയുടെ സ്മാരകത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ആ അവാർഡ് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ അതിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടം വന്ന് പ്രസംഗിച്ചൊരു സംഭവം ഉണ്ടായി. വാർഡ് മെമ്പർ സിനി റഹീം അധ്യക്ഷത വഹിച്ചു. ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ OJ തൻസീലയെ ചടങ്ങിൽ മികച്ച പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. PI നിസാർ, സൈന റഫീഖ്, ഹുസ്ന റഷീദ്, AA അഷ്റഫ്, VM ബഷീർ, റഫീഖ് കളത്തിൽ, വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി മുംതാസ് ഷെരീഫ്, സബീന KS, റുക്കിയ ബഷീർ, ഷാഹിദ നിസാർ, റാഹില ജബ, സബീന കുറ്റിമാക്കൽ എന്നിവർ സംസാരിച്ചു. മാള ഹെവൻസ് വില്ലേജ്, നേത്ര ഐ കെയർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. മാള പോലീസ് സബ് ഇൻസ്പെക്ടർ ഫൈസൽ കോറത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെ പരിശ്രമം, വളരെ എഫർട്ട് എടുത്തുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട അന്വേഷണം നടത്തി എന്നുള്ളത് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഓർമ്മകളൊക്കെ വരികയാണ്. മാസങ്ങളോളം ഉണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലവും പരിസരവും ഒക്കെ വല്ലാതെ ഞാനിവിടെ വന്ന് കയറിയപ്പോൾ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു ചലനം സൃഷ്ടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് നമുക്കറിയാം, കാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന പ്രഭാതവും അതുപോലെ തന്നെ ഈ ഉദയസൂര്യൻ്റെ ശോഭയും കുഞ്ഞുങ്ങളുടെ മുഖവും മാതാപിതാക്കളുടെ ആ സന്തോഷം നിറഞ്ഞ മുഖവും അതുപോലെ തന്നെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഈ സൗന്ദര്യവും മനുഷ്യനിർമ്മിതമായതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നത് ഈ കണ്ണുകളിലൂടെയാണ്. ആ നിലയ്ക്ക് കണ്ണുകളിലേക്ക് വെളിച്ചമെത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല, ഒരു പുണ്യം തന്നെയാണ്. ഹെവൻസ് വില്ലേജ് വൈസ് ചെയർമാൻ KM നാസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുജാത വിജയൻ മുഖ്യാതിഥിയായിരുന്നു. VS ജമാൽ, AA ഷംസുദ്ദീൻ, ഡോക്ടർ സെറ ജോസഫ്, KP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് യുവതി മരിച്ചു. കാഞ്ഞൂർ പൊരന്തരപ്പള്ളി സ്വദേശി റോയ്സന്റെ ഭാര്യ സിന്ധുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. മറ്റത്തൂർ വാസുപുരത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് വീണു. വാസുപുരം കല്ലൻ തോട്ടിലേക്കാണ് കാർ വീണത്. യാത്രക്കാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാരായണമംഗലം കോഴിക്കുളങ്ങര പൂജ നടന്നു. വള്ളയാത്രയും പ്രത്യേക പൂജകളും അന്നദാനവും ചടങ്ങുകളുടെ ഭാഗമായി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.